പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നയനെ ആശുപത്രിയിലെ ചെക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ആദർശ് അനന്തപുരിയിലേക്ക് മടങ്ങി വന്നിട്ട് ദേവയാനിയുടെ മുറിയിലേക്ക് എത്തുകയാണ്. ആദർശിനെ കണ്ടുകൊണ്ട് ദേവയാനി ചോദിക്കുകയാണ്, അവളെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടോ? എൻ്റെ വീടോ? അതെ, നീ എടുത്തു കൊടുത്ത വീടല്ലേ? അപ്പോൾ നിന്റെ വീടല്ലാതെ അത് അവരുടെ വീടാകുമോ? അമ്മേ, അവർ താമസിക്കുമ്പോൾ അത് അവരുടെ വീടല്ലേ? നീ എന്നോട് സത്യം പറ, നീ ആ വീട് അവർക്ക് വാങ്ങിക്കൊടുത്തില്ലേ? ഏയ് ഇല്ലമ്മേ, നീ മാലയിട്ടുകൊണ്ട് എന്നോട് കള്ളം പറയരുത്. ഈ സമയത്ത് പൊടുന്നനമേ മുത്തശ്ശൻ അവിടേക്ക് കയറി വരികയാണ്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ? അപ്പോൾ ആദർശ് മുത്തശ്ശനോട് പറയുകയാണ്, മുത്തശ്ശ, അത് നയനയുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട് ഞാൻ അവർക്ക് വാങ്ങിക്കൊടുത്തോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. ഉടനെ ദേവയാനിയോട് മുത്തശ്ശൻ മറുപടി പറയുകയാണ്, വാങ്ങിക്കൊടുത്തിട്ടില്ല, പക്ഷേ വാങ്ങിക്കൊടുക്കും. എന്നാൽ അത് ഞാനാണ് വാങ്ങിക്കൊടുക്കാൻ പോകുന്നത്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ആ വീട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അച്ഛനിത് എന്തു ഭാവിച്ചിട്ടാ? രണ്ട് പെൺകുട്ടികളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് അയപ്പിച്ചവരാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നമുക്കല്ലേ സഹായങ്ങൾ ലഭിക്കേണ്ടത്? നമുക്കിനി എന്ത് സഹായമാണ് ദേവയാനി വേണ്ടത്? നീ എടുപ്പത് പൊന്നുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതെല്ലാം നിന്റെ കയ്യിൽ തന്നെ ഇല്ലേ? പിന്നെ കുടുംബസ്വത്ത് ഭാഗം ചെയ്ത് കിട്ടിയത് അതുമെല്ലാം നിന്റെ പേരിൽ തന്നെയല്ലേ? ഇവിടെ ആർക്കും സ്വത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ കയറി വരുന്ന പെൺകുട്ടികൾക്ക് മനുഷ്യപ്പറ്റുണ്ടാവണം, അത്രേ ഉള്ളൂ. ഉടനെ വീണ്ടും ദേവയാനി ആദർശനോട് ചോദിക്കുകയാണ്, അല്ല, അവൾക്ക് വിശേഷമില്ല എന്ന് പറഞ്ഞത് സത്യമാണല്ലോ? അതിനും മറുപടി പറയുന്നത് മുത്തശ്ശൻ തന്നെയാണ്. അവർക്ക് ഒരുമിച്ച് കഴിയുവാനുള്ള അവസരം നീ കൊടുത്തിട്ടില്ല. പിന്നെ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. എങ്ങനെ ചോദിക്കാതിരിക്കും അച്ഛാ? അല്പസമയം കിട്ടിയാൽ ഇവൻ ഓടി അവളുടെ അടുക്കൽ ചെല്ലും. നിന്റെ അച്ഛനും എൻ്റെ വീട്ടുകാരും തമ്മിൽ നല്ല ബന്ധമാണ് ഇപ്പോഴും. എന്നിട്ടും നീ കണ്ടിട്ടുണ്ടോ ഏത് നേരത്തും ഓടി ഭാര്യ വീട്ടിൽ പോയി കിടന്ന് കറങ്ങുന്നത്? ദേവയാനി, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. നീ നിന്റെ ഭർത്താവിന് കൊടുത്ത സ്നേഹത്തെക്കാൾ ഇരട്ടിയാണ് നയനമോൾ ഇവന് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് മോളുടെ വീട്ടുകാരും. അതുകൊണ്ടാണ് ഇവൻ ഇടയ്ക്കിടയ്ക്ക് മോളുടെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ നിന്റെ വീട് പോലെ അത്രയും ദൂരമൊന്നുമല്ലല്ലോ നയനമോളുടെ വീട്. ഇവിടെ അടുത്തല്ലേ. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോവുകയും വരികയും ഒക്കെ ചെയ്യാം. ഇത് കേട്ടിട്ട് എന്തിനും ന്യായീകരണമുണ്ടല്ലോ അച്ഛാ എന്ന് ദേവയാനി പറയുമ്പോൾ, മോളെ, 41 ദിവസം വ്രതമെടുത്തിട്ട് ഞാനൊഴികെയുള്ള ഈ വീട്ടിലെ എല്ലാവരും മല ചവിട്ടാൻ പോകണമെന്ന് തീരുമാനമെടുത്തത് നീയാണ്. അങ്ങനെ നീ പറഞ്ഞതിന് ശേഷം നിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ് ഉണ്ടായത്. അതിന് ഭഗവാൻ നിന്നെ പരീക്ഷിച്ചതാണ് എന്ന് വേണം കരുതാൻ. എന്നെ അങ്ങനെ ഭഗവാൻ പരീക്ഷിക്കേണ്ട കാര്യം എന്താച്ചാ? അത് നീ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനി എന്തായാലും ജയനോ അജയനോ ഇവനോ നയനമോളെയും വീട്ടുകാരെയും തള്ളിപ്പറയില്ല. അങ്ങനെ തള്ളിപ്പറയുവാൻ ഇവർക്ക് കഴിയില്ല. പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ തള്ളിപ്പറയുകയാണെങ്കിൽ നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയായിരിക്കും അത്. കാരണം അവൾ ഈ വീട്ടിൽ ജീവിക്കേണ്ട പെൺകുട്ടിയാണെന്ന് അവരെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അതിവിടെ നീ ഉൾപ്പെടെ ചിലർക്ക് മാത്രമാണ് ഇപ്പോൾ മനസ്സിലാകാത്തത്. നീ ഇവിടെ വന്നതിന് ശേഷം പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഈ വീട്ടിലെ കാരണവരായ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളും പറയുന്ന കാര്യങ്ങളുമൊക്കെ സത്യമാണെന്ന്. അങ്ങനെയെങ്കിൽ നിനക്കിവിടെയും ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചുകൂടെ? അച്ഛാ, ഈ ഒരു കാര്യത്തിൽ മാത്രം അച്ഛൻ്റെയും ഇവൻ്റെയും വാക്കുകൾ എനിക്ക് കണക്കിലെടുക്കാൻ പറ്റുന്നില്ല. ഈ സംസാരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അനാമിക ആ മുറിയിലേക്ക് കയറി വരികയാണ്, ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട്. എന്നിട്ട് വലിയമേ ജ്യൂസ് കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അനാമികയുടെ കൈകളിൽ ചാരിയിരുന്നു കൊണ്ട് ആദർശിനോടും മുത്തശ്ശനോടും കൂടി ദേവയാനി പറയുകയാണ്, എൻ്റെ മരുമകളല്ല, പക്ഷേ അനാമിക മോൾ എൻ്റെ അടുക്കൽ വരുമ്പോഴാണ് എനിക്കൊരു മരുമകളുണ്ട് എന്നുള്ള തോന്നലുണ്ടാകുന്നത്. അത് കേട്ടിട്ട് ഉടനെ അനാമിക ആദർശിനോടും മുത്തശ്ശനോടും ചോദിക്കുകയാണ്, എന്തിനാണ് ആദർശേട്ടനും മുത്തശ്ശനുമൊക്കെ വലിയമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ആദർശ് പറയുന്നു, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉടൻ തന്നെ ദേവയാനി ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതോ? അതിന് മുത്തശ്ശൻ പറയുകയാണ്, ദേവയാനി, നീ ഇനിയും നയനമോളെ വെറുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. നയനമോളെ നീ എത്രത്തോളം വെറുക്കുന്നുവോ അത്രത്തോളം ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളെ നീ നേരിടേണ്ടി വരും. അത് നീ മനസ്സിൽ വെച്ചോളൂ. ഇത് പറഞ്ഞിട്ട് മുത്തശ്ശൻ ആ മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. മുത്തശ്ശൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അനാമിക പറയുകയാണ്, അവരെ ഏറ്റവും അധികം മയക്കി വെച്ചിരിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയുമാണ്. അപ്പോൾ ആദർശ്, അതെ, അങ്ങനെ മയക്കിയാൽ മയങ്ങുന്നവരൊന്നുമല്ല എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും. പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയാത്തതാണ് അനാമികയുടെയും എൻ്റെ അമ്മയുടെയും പരാജയം. ഇത് പറഞ്ഞിട്ട് മുറി വിട്ട് ആദർശും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ആ സമയത്ത് അനാമികയുടെ മാർവിൽ ചാരി കിടന്നുകൊണ്ട് ദേവയാനി പറയുകയാണ്, മോൾ ഇതൊന്നും കാര്യമാക്കണ്ട, പറയുന്നവരൊക്കെ പറയട്ടെ. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇത്രയും കേട്ടപ്പോഴേക്കും ഒരു കൗശലക്കാരിയുടെ മുഖഭാവത്തോടു കൂടി അനാമിക പതിയെ കുനിഞ്ഞിരുന്ന് പുഞ്ചിരിക്കുകയാണ്. തുടർന്ന് കാണുന്നത് അബി കാർ ഓടിച്ച് വീട്ടിലേക്ക് വരുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് അബിയുടെ ഫോണിൽ ഒരു വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്.
പെട്ടെന്ന് താനതെടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് നവ്യയുടെ വോയിസ് ആയിരുന്നു. നവ്യ പറയുകയാണ്, എടാ നീ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒരു സ്വർണ്ണമോതിരം വാങ്ങിക്കൊണ്ടുവരണേ. ഇത് കേട്ടപ്പോഴേക്കും ദേഷ്യപ്പെട്ട് വണ്ടി നിർത്തിയിട്ട് അബി പെട്ടെന്ന് മറുപടി അയക്കുകയാണ്, സ്വർണ്ണമോതിരമല്ലടി, ഡയമണ്ട് മോതിരമാണ്. അബിയുടെ വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം മറുപടിയായിട്ട് അബി ഭക്ഷണശാലയിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറിയ വീഡിയോ ക്ലിപ്പ് നവ്യ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അബി ഒന്ന് ഞെട്ടുകയാണ്. അയ്യോ, ഇവൾക്കാരാ ഇതൊക്കെ അയച്ചു കൊടുത്തത്? ഇത്രയും പറഞ്ഞുകൊണ്ട് വേഗത്തിൽ നവ്യയെ ഫോൺ ചെയ്യുകയാണ് അബി. ഫോൺ എടുത്തിട്ട് നവ്യ പറയുകയാണ്, ആ പറയടാ. അപ്പോൾ അബി ചോദിക്കുകയാണ്, നിനക്ക് എവിടുന്നാണ് ആ വീഡിയോ കിട്ടിയത്? അതെന്തിനാണ് നീ അറിയുന്നത്? നീ അതാരെയും കാണിക്കരുത്. എടാ, കാണിക്കാതിരിക്കാനുള്ള കൂലിയാണ് ഞാൻ ചോദിച്ചത്. ഒരു സ്വർണ്ണമോതിരം, അതും 2 പവൻ്റെ. എൻ്റെ കയ്യിൽ പൈസ ഇല്ല നവ്യേ. പൈസ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. മലയ്ക്ക് പോകുവാൻ മാലയിട്ടവനാണ് നീ, എന്നിട്ടായി കള്ളത്തരങ്ങൾ കാണിക്കുന്നത്. എന്നോട് ബെറ്റ് വെച്ചിട്ടല്ലേ നീ പോയത്? ബെറ്റ് തോറ്റാൽ സ്വർണ്ണമോതിരം വാങ്ങി തരാമെന്നും പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ ഇപ്പോൾ ഒരു മടി? ഇത്തിരി കൂടി തൂക്കം കുറഞ്ഞ മോതിരം പോരെ? എടാ, അത്രയ്ക്ക് തൂക്കം കൂടിയ തെറ്റാണ് നീ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നവ്യെ, ഞാനൊരു സ്വാമിയാണ്. ആ ബോധം നിനക്കില്ലാതെയായി പോയല്ലോ. എല്ലാവരും മാലയിട്ടപ്പോൾ കൂടെ മാലയിട്ടു. അതിനപ്പുറത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ നിനക്ക്? ഇത് കേട്ടിട്ട് അബി പറയുകയാണ്, ശരി ശരി, ഇനിയിപ്പോൾ തർക്കിക്കാൻ ഞാനില്ല. വരുമ്പോൾ മോതിരമായിട്ട് തന്നെ വരാം. ആ, അങ്ങനെ വഴിക്കുവാ. നിന്റെയും നിന്റെ അമ്മയുടെയും പല കള്ളത്തരങ്ങളും എൻ്റെ മൊബൈലിലുണ്ട്. കള്ളയുടെ മോൻ പെരുങ്കള്ളൻ. ഇത് കേട്ടിട്ട് ദേഷ്യത്തോടെ അബി പറയുകയാണ്, കുറച്ചുകൂടി മാന്യമായിട്ട് നീ സംസാരിക്കണം. നിന്നോടൊക്കെ ഇത്രയും മാന്യത മതിയടാ. ഇത് തന്നെ കൂടുതലാ. ജീവിതത്തിൽ ആരോടും ആത്മാർത്ഥതയില്ല, ദൈവങ്ങളോട് പോലും. പിന്നെ എങ്ങനെയാടാ നന്നാവുന്നേ? ഇത്രയും പറഞ്ഞിട്ട് നവ്യ ഫോൺ കട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് അബി പറയുകയാണ്, എൻ്റെ അയ്യപ്പസ്വാമി, ശത്രുക്കൾക്ക് പോലും ഇതുപോലുള്ള ഭാര്യമാരെ കൊടുക്കരുതേ എന്ന് പറഞ്ഞ് വിഷമത്തോടുകൂടി ചുറ്റും നോക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രേവതി അനാമികയെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നതാണ്. രേവതി ചോദിക്കുന്നു, എന്തായി മോളെ? അപ്പോൾ അനാമിക പറയുകയാണ്, എൻ്റെ അമ്മേ, എന്തു പറയാനാ? ഞാൻ വെറുതെ ഇരിക്കുന്ന സമയം പോലും ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് ഞാൻ കുടിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏത് സമയത്തും ആ കരള് കേടായ സ്ത്രീയുടെ പിന്നാലെ പാല് വേണോ, ഭക്ഷണം വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടപ്പ് തന്നെ നടപ്പ്. എൻ്റെ മോളെ, ഇതൊക്കെ ഒരു ജോലിയാണോ? അമ്മ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ കുളി കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ തല തുവർത്തി കൊടുക്കുന്നു. ഇതൊന്നും എനിക്ക് ശീലമുള്ള ജോലികളല്ലല്ലോ അമ്മേ. മോളെ, അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മരുമകളും അമ്മായിമ്മയും തമ്മിൽ ശത്രുതയില്ല. അതുകൊണ്ട് നീ അവരെ സോപ്പിട്ട് നിർത്ത്. അവൾക്ക് കിട്ടാനുള്ളതൊക്കെ നിനക്ക് കിട്ടും. തീർച്ചയായിട്ടും അവരതൊക്കെ മോൾക്ക് തരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം സഹിച്ചങ്ങ് നിൽക്കുന്നത്. ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുറി തുറന്ന് ദേവയാനി പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച കണ്ടുകൊണ്ട് അനാമിക പതിയെ രേവതിയോട് പറയുകയാണ്, വലിയമ്മ വരുന്നുണ്ട്, ഞാൻ കട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് വലിയമ്മേ എന്ന് വിളിച്ച് ദേവയാനിയുടെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ ദേവയാനി അനാമികയോട് ചോദിക്കുകയാണ്, മോൾ അമ്മയാണോ വിളിച്ചത്? അതെ. ആരെ സഹിക്കുന്ന കാര്യമാണ് മോൾ പറഞ്ഞത്? അത് പിന്നെ വലിയമ്മയ്ക്ക് അറിയില്ലേ? അനി എന്നെ അല്പം പോലും സ്നേഹിക്കുന്നില്ലല്ലോ. പിന്നെ വലിയമ്മയൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ സഹിച്ചു നിൽക്കുന്നത് എന്ന് അമ്മയോട് പറയുകയായിരുന്നു. മോളെ, ജീവിതം ഇട്ടെറിഞ്ഞിട്ട് പോകുവാൻ ആരെക്കൊണ്ടും പറ്റും. പക്ഷേ താളം തെറ്റിയ ജീവിതം നേരെയാക്കി കൊണ്ടുപോകുന്നതാണ് നമ്മുടെ മിടുക്ക്. നമ്മുടെ ജീവിതം തകരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അനാമിക പറയുകയാണ്, ഞാനിവിടെ നിന്ന് പോയാൽ ഇവിടുത്തെ 2 മരുമക്കളും പടക്കം പൊട്ടിച്ചാഘോഷിക്കും. അതൊഴിവാക്കാനാണ് ഞാനിവിടെ നിന്ന് പോകാതിരിക്കുന്നത്. എന്നാലും വിവാഹം കഴിയുമ്പോൾ ഇങ്ങനെ തളയ്ക്കപ്പെട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല വലിയമ്മേ. പിന്നെ ഇപ്പോൾ അസുഖമായിരിക്കുന്ന വലിയമ്മയെ നോക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും പോകുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇതിനകത്ത് കിടന്ന് ബോറടിച്ച് ഞാൻ ചത്തേനെ. അപ്പോൾ ദേവയാനി പറയുകയാണ്, എൻ്റെ അസുഖങ്ങളൊക്കെ ഒന്ന് ഭേദമായിക്കോട്ടെ, എന്നിട്ട് ഞാൻ മോളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നോളാം. ആരും മോളെ സ്നേഹിക്കുന്നില്ലെങ്കിലും ഈ വലിയമ്മയുണ്ട് മോളെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞ് അനാമികയുടെ കവിളിൽ മെല്ലെ തഴുകുകയാണ് ദേവയാനി. ഇത് കേട്ടിട്ട് താങ്ക് യു വലിയമ്മേ എന്ന് പറഞ്ഞ് അനാമിക മെല്ലെ തിരിഞ്ഞു നടക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് നവ്യയാണ്. നവ്യ ആ വലിയ ഹാളിലിരിക്കുമ്പോൾ അവിടേക്ക് ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് ജലജ എത്തുകയാണ്. ഇന്നാ ജ്യൂസ് എന്ന് പറയുമ്പോൾ ഓറഞ്ച് അല്ലേ എന്ന് നവ്യ ചോദിക്കുന്നു. ഉടനെ ജലജ പറയുക, അല്ല, കമ്പിളി നാരങ്ങ. എന്താ ഇത് കണ്ടാൽ അറിയത്തില്ലേ ഓറഞ്ച് ജ്യൂസ് ആണെന്ന്? അല്ല, അതങ്ങ് പറയുന്നതിന് എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ വയറ്റിലുള്ള കുഞ്ഞും പോകുമോ? എന്നാ നീ കുടിക്കണ്ട. അല്ല, ഉടനെയെങ്ങും അങ്ങനെ ചെയ്യില്ല എന്നാണ് വിശ്വാസം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോനും പിന്നെ ഇവിടെ നിലനിൽപ്പുണ്ടാവില്ലല്ലോ. ദേ നവ്യെ, നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്തു തരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള സംസാരം കൂടി വേണ്ട കേട്ടോ. ഉടൻ തന്നെ ഒരു ഹോൺ ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ടുകൊണ്ട് നവ്യയും ജലജയും കൂടി വാതിൽക്കലേക്ക് നോക്കുമ്പോൾ അബി മെല്ലെ കയറി വരികയാണ്. അബി കയറി വരുന്നത് കൊണ്ടുകൊണ്ട്
പെട്ടെന്ന് നവ്യ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ജലജയോട് മാറ് എന്ന് പറഞ്ഞ് തള്ളി മാറ്റിക്കൊണ്ട് മുൻപോട്ട് നടന്നു പോവുകയാണ്. എന്നിട്ട് അഭി വന്ന് നിന്നപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നോ? ആഹാ, കയ്യിൽ കവറൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് വാങ്ങി നോക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് നിന്ന് 2 പവന്റെ ആ സ്വർണ്ണ മോതിരം ചിരിച്ചുകൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് ആഹാ കൊള്ളാലോ എന്ന് പറയുന്നു. ഈ സമയത്ത് അനാമിക അവിടേക്ക് ഇറങ്ങി വരികയാണ്. അനാമിക ഇത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അനാമിക ചോദിക്കുകയാണ്, ഇത് സ്വർണമാണോ? അല്ല, കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. സ്വർണത്തിൽ മുങ്ങി താഴുന്നവരല്ലേ, ഇത് കണ്ടിട്ട് സ്വർണമല്ലെന്ന് തോന്നുന്നുണ്ടോ? ഉടനെ ജലജ അത് വാങ്ങി നോക്കിയിട്ട് പറയുകയാണ്, ഇത് 916 ആണല്ലോ. പെട്ടെന്ന് നവ്യ അബിയോട് ചോദിക്കുകയാണ്, 2 പവനില്ലേ? അയ്യോ ഉണ്ട്. ഒരു കാര്യം ചെയ്, ഇത് നീ തന്നെ എൻ്റെ വിരലിലേക്കൊന്ന് ഇട്ടു തന്നേ. അപ്പോൾ അബി ചോദിക്കുകയാണ്, അതെന്താ ഇന്ന് നമ്മുടെ നിശ്ചയമാണോ? എടാ, കല്യാണത്തിന് മുമ്പ് ഞാൻ പോലും ചോദിക്കാതെ ഡയമണ്ട് നെക്ലസ് നീ എൻ്റെ കഴുത്തിലേക്ക് അണിയിച്ചു തന്നതാണ്. പിന്നെന്താ നിനക്കിപ്പോൾ ഇതെൻ്റെ വിരലിലൊന്നിട്ട് തന്നാൽ? ഇത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യത്തോടു കൂടി പെട്ടല്ലോ എന്ന ചിന്തയിൽ അബി ഇങ്ങനെ തല കുനിച്ചു നിൽക്കുകയാണ്. വാങ്ങിക്കൊണ്ടുവരുന്നയാൾ തന്നെ കയ്യിലിട്ട് തരുന്നതാണ് നല്ലത്. ദാ ഇട്ടുതാ എന്ന് പറഞ്ഞ് അത് അബിയുടെ കയ്യിലേക്ക് വെച്ച് നീട്ടുകയാണ്. വല്ലാത്ത ഗതികേടിലായിപ്പോയല്ലോ എന്ന ചിന്തയിൽ വളരെ സങ്കടത്തോടു കൂടി അബി ആ മോതിരം വാങ്ങി നവ്യയുടെ വിരലിലേക്ക് അണിയിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ ജലജ ചോദിക്കുകയാണ്, എടാ ഇത് നിനക്ക് എന്തിൻ്റെ കേടാണ്? നീ മൂർത്തീസ് ജുവലറിയിലെ വെറും ഒരു തൊഴിലാളി മാത്രമാണ്. അങ്ങനെയുള്ള നിനക്ക് എവിടുന്ന ഇതിനൊക്കെ പൈസ? അപ്പോൾ അനാമിക പറയുകയാണ്, അബിയേട്ടൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വഴിക്ക് തന്നെയാണ് അബിയേട്ടനും. അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണമോതിരമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമോ? അപ്പോൾ ജലജ വീണ്ടും ചോദിക്കുകയാണ്, ഇന്നെന്താ ഇവളുടെ ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ഒക്കെ വരുന്നതേ ഉള്ളൂ. അന്നിവൻ എനിക്ക് ഒരു ഡയമണ്ട് നെക്ലസ് തന്നെ വാങ്ങിത്തരും അല്ലേടാ? ഇത് കേട്ടുകൊണ്ട് അബി വീണ്ടും ഒന്ന് ഞെട്ടുമ്പോൾ ജലജ ചോദിക്കുകയാണ്, എടാ നിനക്ക് എന്തായി പറ്റിയത്? അതിന് അബി മറുപടി പറയുകയാണ്, അത് പിന്നെ മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുമ്പോൾ ഭാര്യമാർ പറയുന്നതെല്ലാം കേൾക്കണമെന്നാണ് പറയുന്നത്. ജലജ ചോദിക്കുകയാണ്, അങ്ങനെ ആര് പറഞ്ഞു? ഒരു ജ്യോത്സ്യനെ കണ്ടപ്പോൾ അദ്ദേഹമാണ് ഇതൊക്കെ പറഞ്ഞത്. മല കയറുമ്പോൾ അതിൻ്റെ പൂർണ്ണഫലം കിട്ടണമെങ്കിൽ ഭാര്യമാർ തൃപ്തരായിരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കൊണ്ട് വന്നത്. അത്രയും കേട്ടപ്പോഴേക്കും ജലജ നവ്യോട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നിനക്കൊരു സ്വർണ്ണ കിരീടം ഇവനോട് വാങ്ങിക്കൊണ്ടുവരാൻ പറയരുതായിരുന്നോ? അവൻ വാങ്ങിത്തരുമായിരുന്നല്ലോ. ഈ സമയത്തെ ഞാൻ അവനോട് എന്താവശ്യപ്പെട്ടാലും അവൻ വാങ്ങിത്തരുമായിരുന്നു എന്ന് നവ്യ പറയുമ്പോൾ പെട്ടെന്ന് അനാമികയുടെ മനസ്സിൽ മന്ത്രിക്കുകയാണ്, ഹോ അവളെ കേട്ടിട്ടുണ്ട് ഒരു കിഴങ്ങൻ, കാലിണക്കി കൊള്ളൂല്ല അവനെ. മോതിരത്തിലേക്ക് നോക്കിയിട്ട് നവ്യ പറയുകയാണ്, നിന്റെ സെലക്ഷൻ കൊള്ളാം കേട്ടോ. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, ഇതിന് എത്രയായടാ? അത് നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് പണിക്കൂലി പകുതിയേ എടുത്തുള്ളൂ. എന്നാലും 2 പവന് 1.25 കാണത്തില്ലേ? ആ അതൊക്കെ ആയിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡിൽ ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ട് നിനക്ക്. അതൊക്കെ ആര് തീർക്കുമെന്നാണ് നിനക്ക് തോന്നുന്നത്? അതൊക്കെ അവൻ തീർത്തോളും, അതിനുള്ള പ്രാപ്തിയൊക്കെ അവനുണ്ട് എന്ന് നവ്യ. എന്നിട്ട് അബിയോട് പറയുകയാണ്, അമ്മയാകാൻ പോകുന്ന ഭാര്യയ്ക്ക് കുഞ്ഞിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന സമ്മാനം ഇഷ്ടപ്പെട്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഒരു ചെറു മന്ദഹാസത്തോടു കൂടി അവിടുന്ന് നടന്നു പോവുകയാണ്. നവ്യ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ജലജ വീണ്ടും അബിയോട് ചോദിക്കുകയാണ്, എടാ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുക, നിനക്ക് എന്തിൻ്റെ കേടാണ്? അപ്പോൾ അബി പറയുകയാണ്, അത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അമ്മയെ തളയ്ക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. പെട്ടെന്ന് അനാമിക ചോദിക്കുകയാണ്, അവളെങ്ങനെയാണ് അപ്പച്ചിയെ തളയ്ക്കുന്നത്? ഞാനും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അവൾ എന്തു പറഞ്ഞാലും ഉടൻ തന്നെ അപ്പച്ചി ചെയ്തു കൊടുക്കുമല്ലോ. എന്താ അവളെ അപ്പച്ചിക്ക് പേടിയാണോ? അതിന് മറുപടിയായിട്ട് ജലജ പറയുകയാണ്, അത് പിന്നെ അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് അവൾ എന്തു പറഞ്ഞാലും ചെയ്തു കൊടുത്തേക്കണമെന്നാണല്ലോ ഇവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം അതൊക്കെ കേട്ടേ പറ്റത്തുള്ളൂ മോളായി. പെട്ടെന്ന് അനാമിക പറയുകയാണ്, എന്നെ ഉപദേശിക്കാറുണ്ട് 2 ആൾക്കാരും. എന്നിട്ട് കാര്യത്തോടടുക്കുമ്പോൾ അവളുമാരെ സഹായിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് വല്ലാത്ത പിണക്കഭാവത്തിൽ മുഖം കറുപ്പിച്ചുകൊണ്ട് അനാമിക മുകളിലേക്ക് നടന്നു കയറി പോവുകയാണ്. അനാമിക പുറംതിരിഞ്ഞ് നടന്നു പോകുന്നത് കണ്ടുകൊണ്ട് എടാ എന്ന് ദേഷ്യത്തോടെ ജലജ വിളിക്കുമ്പോൾ പെട്ടെന്ന് അബി പറയുകയാണ്, അമ്മ മാല മോഷ്ടിച്ച് അവരുടെ അമ്മയുടെ ബാഗിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിരിക്കുന്ന വിഷ്വൽസൊക്കെ അവളുടെ കയ്യിലുണ്ട്. അതെല്ലാവരുടെയും മുൻപിൽ പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്കത് വാങ്ങിക്കൊടുക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അവൾ എൻ്റെ തലയെടുക്കണമെന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യുമല്ലോടാ? ഇത്രയും പറഞ്ഞ് ജലജ ദേഷ്യത്തോടെ നടന്നകലുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അബി അങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് അനി എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനാമിക അനിയുടെ അടുക്കിലേക്ക് ചെന്നിട്ട്, ഓ സമാധാനമായി, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഇല്ലാത്ത കവിത എഴുത്തൊക്കെ തുടങ്ങിയല്ലോ, എന്താണ് വിഷയം? അപ്പോൾ അനി പറയുകയാണ്, ദുരന്ത ദാമ്പത്യം. അത് വിജയിച്ച പ്രണയമായി മാറാൻ അധിക താമസമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അനി ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അല്ല, നിന്റെ ജ്വല്ലറിയിൽ പുതിയ ഡിസൈൻസിലുള്ള ആഭരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നീ അത് ആദ്യം വാങ്ങിക്കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഭാര്യയ്ക്കായിരിക്കില്ല, അവൾക്കായിരിക്കും. എടി, നീ വഴക്കുണ്ടാക്കാൻ പുതിയ വിഷയവുമായിട്ട് വരികയാണോ? എടാ, നിന്റെ അബിയേട്ടന് പോലും അയാളുടെ അഹങ്കാരിയായ ഭാര്യയോട് സ്നേഹമുണ്ട്, സിമ്പതിയുണ്ട്.
അതുകൊണ്ടെന്താ ഇപ്പോൾ 2 പവന്റെ സ്വർണ്ണ മോതിരമാണ് അയാൾ അവൾക്ക് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്? ആര്? അബിയോ? ഏയ്, അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നനി പറയുമ്പോൾ, എന്നാലേ അവൻ അങ്ങനെ ചെയ്തു. അയാൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അമ്മയല്ലേ അവൾ. നിനക്കാണ് എന്നോട് ഒരു സ്നേഹവുമില്ലാത്തത്. അതെ, അബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ വ്യക്തമായ എന്തെങ്കിലും കാരണങ്ങൾ കാണും. ഒരു കാരണവുമില്ല. അയാൾക്ക് അയാളുടെ ഭാര്യയോട് സ്നേഹമാണ്, അത് തന്നെ. നിനക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല. ജീവിതത്തിൽ ആരോടും ഒരു സ്നേഹവുമില്ലാത്തവനാണ് അബി. അവനെ അല്ലാതെ മറ്റാരെയും ഇന്നുവരെ സ്നേഹിച്ചിട്ടില്ല. അക്കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. അവനവനെ തന്നെ സ്നേഹിക്കുന്ന പ്രകൃതക്കാരാണ് നീയും അവനുമൊക്കെ. അബിയേട്ടൻ അങ്ങേരുടെ ഭാര്യയ്ക്ക് ഒരു സ്വർണ്ണമോതിരം വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? എടി, എനിക്ക് സ്വർണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും സ്വർണമൊന്നും വാങ്ങിക്കൊടുക്കാറുമില്ല. പിന്നെ സ്വർണം വാങ്ങിക്കൊടുത്തിട്ടുള്ള സ്നേഹമൊന്നും എനിക്കൊട്ട് വേണ്ടതാനും അല്ല. ഇത്തരത്തിലൊരു മറുപടി തന്നെയാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അവളുമാരും മിടുക്കികളാണ്. ഇളയവള് ഒരു ചെല്ലം നിറയെ സ്വർണം മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ നിന്ന് കൈക്കലാക്കി. ഇപ്പോൾ മറ്റൊരുത്തി പിശുക്കനായ തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങി. പക്ഷേ എനിക്ക് മാത്രം അതിനുള്ള ഭാഗ്യമില്ല. എടി, യാതൊരു അർഹതയും ഇല്ലാതിരുന്നിട്ടും നിനക്കൊരു ചെല്ലം നിറയെ സ്വർണം എൻ്റെ വലിയമ്മ തന്നില്ലേ? അത് തന്നതിൻ്റെ അടുത്ത നിമിഷം തന്നെ അതിൽ നിന്നൊരു വലിയ മാല കാണാതെയാവുകയും ചെയ്തില്ലേ? ഓഹോ, അന്നത് പോലീസ് കേസാക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും യഥാർത്ഥ കള്ളികൾ നിന്റെ ഏട്ടത്തിമാരാണെന്ന് നിനക്ക് മനസ്സിലായേനെ. ഇത് അനാമിക പറയുമ്പോൾ അനി പറയുകയാണ്, നവ്യടത്തിയുടെ കാര്യം എനിക്കറിയില്ല. എന്നാൽ അവർ മോഷ്ടിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പിന്നെ നയനേടത്തിക്ക് സ്വർണത്തോടും പണത്തോടുമൊന്നും ഒരാർത്തിയുമില്ല. അതുകൊണ്ട് അവരെ നിന്റെ ഗണത്തിൽ പെടുത്തണ്ട. ഇത് കേട്ടിട്ട് അനാമിക കോപത്തോടെ പറയുകയാണ്, നീ നന്നാവത്തില്ലടാ, ഒരിക്കലും നന്നാവത്തില്ല. അവളുമാരൊക്കെ നിന്റെ കണ്ണിൽ പരിശുദ്ധകള്, ഞാൻ മാത്രം കൊള്ളരുതാത്തവള്. ഇത്രയും പറഞ്ഞിട്ട് തറ ചവിട്ടി പൊളിക്കുന്നത് പോലെ അനാമിക പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പോവുകയാണ്. തുടർന്ന് വീണ്ടും കാണുന്നത് അബിയെ തന്നെയാണ്. അബി തൻ്റെ ഫോണിലെ എന്തൊക്കെയോ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, കഴിഞ്ഞ ദിവസം 1-2 കാമുകിമാർക്കൊപ്പം കറങ്ങി നടന്ന് കുറേ പൈസ കയ്യിൽ നിന്ന് പോയി. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പെട്ടെന്ന് 1.25 ലക്ഷം രൂപയും കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത്. പൈസ പോകുന്നതിന് ഒരു കണക്കുമില്ല. ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താണ് ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. കൂടുതൽ നീ ഒന്നും ആലോചിച്ച് കൂട്ടുകയൊന്നും വേണ്ട. നിന്റെ അമ്മ സ്വർണം മോഷ്ടിച്ചിട്ട് അത് എൻ്റെ അമ്മയുടെ ബാഗിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെക്കുന്നതിൻ്റെ വിഷ്വൽസ് എൻ്റെയും നയനയുടെയും കയ്യിലുണ്ട്. ഇത്രയും കേൾക്കുമ്പോഴേക്കും അബി ഒന്ന് ഞെട്ടുകയാണ്. വീണ്ടും നവ്യ പറയുന്നു, അതുകൊണ്ടൊരു കാര്യം, നീ മലയ്ക്ക് പോയിട്ട് വരുന്ന സമയം വരെ ഒന്ന് ഒതുങ്ങിയേ പറ്റൂ. നിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ പിന്നെ നീ ശരിക്കും വീഴും. നിന്നെ ഞാൻ വീഴ്ത്തും. എടി, ഇതുപോലെ അവസരം മുതലാക്കുന്ന ഒരു ചേച്ചിയും അനിയത്തിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എടാ, ഞാൻ മാത്രമേ അവസരങ്ങൾ മുതലാക്കാറുള്ളൂ. എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അവളെപ്പോലെ പാവപ്പെട്ട പെൺകുട്ടികളെ ഈ ലോകത്ത് വേറെ കാണാൻ കഴിയില്ല. അതൊന്നും മനസ്സിലാകാത്തത് നിന്റെ അമ്മയ്ക്കും പിന്നെ ജാനകി അമ്മായിക്കും പിന്നെ അവളുടെ അമ്മായിയമ്മയ്ക്കും മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ നയനയുടെ മഹത്വം എന്താണെന്ന്. അപ്പോൾ അബി, ഓ, എന്ന് വെച്ചാൽ മഹാനായ അച്ഛൻ്റെ മക്കളല്ലേ, പിന്നെ എങ്ങനെ മഹത്വമില്ലാതിരിക്കും? അതേടാ, എൻ്റെ അച്ഛനെ ആരെയും പറ്റിച്ചിട്ടല്ല ജീവിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് അത്യാഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്കും. ആ സമയത്ത് നില മറന്നു പോകരുത് എന്ന് മാത്രമേ എൻ്റെ അച്ഛൻ ഞങ്ങളെ ഉപദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അബി പറയുകയാണ്, അതേക്കുറിച്ച് നീ കൂടുതലൊന്നും പറയണ്ട. അനന്തമൂർത്തി എന്ന പേര് കേട്ട ഒരു മഹാമനസ്കറ്റ കുടുംബത്തിലേക്ക് കയറി വരുവാൻ നിനക്കൊക്കെ അവസരം ലഭിച്ചത് തന്നെ നിന്റെയൊക്കെ മുൻജന്മ സുഹൃതമാണെന്ന് കരുതിയാൽ മതി. എടാ, ഈ വലിയ പത്രാസും കാര്യങ്ങളുമൊക്കെ കയറി വരുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ കയറി വരുന്ന പെൺകുട്ടിക്ക് അവളെ വിവാഹം കഴിച്ച പുരുഷനിൽ നിന്ന് സംരക്ഷണവും സ്നേഹവും ഒക്കെ ഉണ്ടാകണം. ആ ജീവിതമാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ വലിയ തറവാടുണ്ട്, കുറെ സമ്പത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താടാ കാര്യം? നീ എന്നെയും എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയും സ്നേഹിച്ചില്ലെങ്കിൽ ധൈര്യത്തോടെ എനിക്ക് പറയുവാൻ കഴിയും, എൻ്റെ ജീവിതം ദാരിദ്ര്യമാണെന്ന്. ഒരു പെൺകുട്ടിയെ അവളുടെ ഭർത്താവ് സ്നേഹിക്കുമ്പോഴാണ്, അവളെ വിശ്വസിക്കുമ്പോഴാണ്, അവളെ ആത്മാർത്ഥമായി ഒന്ന് അടക്കി പിടിക്കുമ്പോഴാണ് അവള് സമ്പന്നയാകുന്നത്. ഓഹോ, എന്നാൽ എൻ്റെ ചിന്ത അങ്ങനെയല്ല. പണമുള്ളവനാണ് സമ്പന്നൻ. അതുകൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. അതെ, നിനക്ക് പണമുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലുള്ള പെൺകുട്ടികളെ ഇനിയും നിനക്ക് സ്വന്തമാക്കാം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനെ പാടുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുരുഷൻ എന്നെ സ്നേഹിക്കുമ്പോഴാണ് ഞാൻ സമ്പന്നയാവുന്നത്. നവ്യയുടെ ഈ സംസാരത്തിന് മറുപടി പറയുവാൻ കഴിയാതെ ഷോക്കടിച്ചതുപോലെ അഭി നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൻ്റെ